പറക്കും പപ്പൻ സിനിമയുടെ ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകൾ. പ്രഭാസ് ചിത്രം കൽക്കിയുടെ വമ്പൻ അപ്ഡേറ്റ്. നിവിൻ പോളിയും അഖിൽ സത്യനും വീണ്ടും ഒന്നിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, AMS അലൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ അപ്ഡേറ്റുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് അപ്ഡേറ്റ് താഴെ കമന്റ് ചെയ്യുക. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണല്ലോ പാട്രിയറ്റ്. ഈ സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ റിലീസ് തീയതി ഏപ്രിൽ 23-നായിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്തകൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിന് വേണ്ടി വമ്പൻ കാത്തിരിപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായി. സൂര്യ നായകനാവുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കറുപ്പ് എന്ന സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി ഏപ്രിൽ 10 ആയിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്തകൾ പറയുന്നത്. സൂര്യ നായകനാവുന്ന കറുപ്പ് സൂര്യയുടെ വലിയ കംബാക്ക് ആകുമോ എന്ന് നമുക്ക് നോക്കാം. ഏപ്രിൽ 10 വേണ്ടി കാത്തിരിക്കാം. L366 എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ 366ാമത്തെ സിനിമയായി വരാനിരിക്കുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് തരുൺ മൂർത്തിയാണ്. ഈ സിനിമയുടെ നായികയായിട്ട് മീര ജാസ്മിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തരുൺ മൂർത്തിയുടെ തുടരും ശേഷമുള്ള പുതിയൊരു മോഹൻലാൽ സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പ്രഭാസിന്റെ രാജാസാബ് എന്ന ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ OTTയിൽ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 5 മുതലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും രാജാസാബ് എന്ന സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിരടി എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസന്റെ ഒരു പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പെയാണ് വന്നതെങ്കിൽ പോലും ഇതാണ് വിനീത് ശ്രീനിവാസന്റെ പോസ്റ്റർ. കുഴപ്പമില്ലാത്ത രീതിക്കത്തെ പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. അടുത്തത് സൂര്യയുടെ 46ാമത്തെ സിനിമയായി വരാനിരിക്കുന്ന സിനിമയുടെ പേര് ഇടൽ ചടങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. പക്ഷെ അതിന്റെ അപ്ഡേറ്റുകളൊന്നും തന്നെ വരുന്നില്ല. പക്ഷെ സിനിമയുടെ റിലീസ് തീയതിയെ കുറിച്ചൊരു വമ്പൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സൂര്യ 46 എന്ന സിനിമയുടെ അപ്ഡേറ്റ് റിലീസ് തീയതി ജൂലൈ മാസത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പറയുന്നത്. സൂര്യയുടെ 46ാമത്തെ സിനിമയായി വരാനിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ മൂവിയുടെ സിനിമയുടെ പേരിടൽ ചടങ്ങ് വലിയ ഒരു ഈവന്റ് ആയിട്ട് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ സിനിമയുടെ റിലീസ് തീയതിയും അതുപോലെ തന്നെ ടീസറും പ്രദർശിപ്പിക്കാനാണ് പ്ലാൻ ഇടുന്നത്. ഒരു രാഷ്ട്രീയം ബേസ് ത്രില്ലർ സിനിമയാണ് നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ ഈവന്റ് നടക്കാൻ പോകുന്നത് ഫെബ്രുവരി 17 അപ്പോൾ എന്തായാലും നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ സിനിമ എന്താകുമെന്ന് നമുക്ക് നോക്കാം. രജനീകാന്ത് നായകനാവുന്ന ജയിലർ 2 എന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂളിൽ ഒരു വലിയൊരു ക്യാമിയോ താരം വരാൻ പോവുകയാണ്. അതെ, ഷാറൂഖ് ഖാൻ ജയിലർ 2 എന്ന സിനിമയിൽ ക്യാമിയോ റോളിൽ അഭിനയിക്കുന്നുണ്ട്. ജയിലർ 2 എന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂളിലായിരിക്കും ഷാറൂഖ് ഖാൻ ക്യാമിയോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ രജനീകാന്തും ഷാറൂഖ് ഖാനും ക്യാമിയോയിൽ എത്തുമ്പോൾ എന്തായിരിക്കുമെന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. പ്രിയദർശന്റെ 100ാമത്തെ സിനിമയിൽ ആരായിരിക്കും നായകൻ എന്നറിയാൻ കുറെ ആരാധകർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പ്രിയദർശന്റെ 100ാമത്തെ സിനിമയിൽ നായകനാകാൻ പോകുന്നത് നമ്മുടെ മോഹൻലാൽ ആയിരിക്കുമെന്ന് പ്രിയദർശൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയദർശന്റെ 100ാമത്തെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ലൂസിഫർ 3 വരാൻ പോവുകയാണ്. അതെ, അസ്രയേൽ എന്ന സിനിമ വരാൻ പോവുകയാണ്. ആന്റണി പെരുമ്പാവൂർ മുരളി ഗോപിനെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം ലൂസിഫർ 3യുടെ കഥ നമുക്ക് വേഗം തന്നെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ലൂസിഫർ 3 അസ്രയേൽ എന്ന സിനിമ 2028 നടക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 2027 എന്തായാലും നടക്കില്ല. 2028 നടക്കുകയാണെങ്കിൽ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അസ്രയേൽ എന്ന സിനിമ കാത്തിരിക്കാം. പ്രേമലു ഫാൻസിന് വിഷമകരമായ ഒരു അപ്ഡേറ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. പ്രേമലു 2 എന്ന സിനിമ ഉണ്ടാകില്ല എന്ന് ഒരു ശക്തമായ ന്യൂസ് വന്നിരിക്കുകയാണ്. സിനിമ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രേമലു 2 എന്ന സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ജയറാമിന്റെ ആശകൾ 1000 എന്ന സിനിമ ഫെബ്രുവരി 6 ആണല്ലോ റിലീസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ സിനിമ ഇവിടെ നല്ല ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ല രീതിക്കത്തെ പോസിറ്റീവ് അഭിപ്രായങ്ങളും തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആശകൾ 1000 എന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ആകെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, ഒരു ദിവസമോ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും സിനിമയുടെ കളക്ഷൻ വരുമ്പോൾ ഉറപ്പായും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ പ്രധാന അപ്ഡേറ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ്, പറക്കും പപ്പൻ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ്
ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന അതിഉഗ്രൻ നല്ല വാർത്തയാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഫെബ്രുവരി അവസാനം തുടങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. ദിലീപിന്റെ സൂപ്പർ ഹീറോ മൂവിയായി വരാനിരിക്കുന്ന പറക്കും പപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. സിനിമയുടെ ഷൂട്ടിംഗ് ഫെബ്രുവരി അവസാനം ആരംഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, പ്രഭാസ് ചിത്രം കൽക്കി സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി 2026 ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ 60% ഷൂട്ടിംഗ് വർക്കുകൾ കഴിഞ്ഞ കൽക്കി എന്ന സിനിമയുടെ രണ്ടാം ഭാഗം BC കാലഘട്ടത്തിലായിരിക്കും നടക്കാൻ പോകുന്നത്. ആദ്യം AD ആയിരുന്നു, ഇപ്പോൾ BCയിലാണ്. കുറച്ചും കൂടെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കഥയായിരിക്കുമെന്നാണ് റൂമറുകൾ പറയുന്നത്. അടുത്തത്, നിവിൻ പോളി അഖിൽ സത്യൻ മൂവി. സർവമായ എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയും അഖിൽ സത്യനും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയും നല്ല വിജയമാകട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് അപ്ഡേറ്റ് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.